എല്ലാവർക്കും നമസ്കാരം. നമ്മൾക്കറിയാം സ്കൂളുകളൊക്കെ തുറന്നു കുട്ടികളൊക്കെ സ്കൂളുകളിലേക്ക് പോയി തുടങ്ങിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ പേരൻസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ടെൻഷൻ്റെ സമയം കൂടിയാണ്. കുഞ്ഞുങ്ങളെ രാവിലെ എഴുന്നേൽപ്പിക്കണം, അവരെ സ്കൂളിൽ പറഞ്ഞു വിടണം. അതിലെല്ലാം അപ്പുറമായിട്ട് ഇവരുടെ കയ്യിൽ അകപ്പെട്ടു പോയിരിക്കുന്ന മൊബൈൽ എങ്ങനെയെങ്കിലും ഒന്ന് മാറ്റി വെപ്പിച്ചിട്ട് വേണം ഇവരെ ഒന്ന് റെഡിയാക്കി സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ടുള്ള ഭയങ്കരമായ നെട്ടോട്ടത്തിലും കൂടിയാണ് പേരൻസ്. അപ്പോൾ ഒരു കണക്കിൽ പറഞ്ഞാൽ ഈ പിള്ളേർ എങ്ങനെയാണ് ഈ മൊബൈൽ അഡിക്റ്റായി പോയത്? പേരൻസ് തന്നെയാണ് ഉത്തരവാദി. പേരൻസ് തന്നെ അവർക്ക് നമ്മൾ മൊബൈൽ കൊടുത്തു തുടങ്ങി. അവസാനം അവർ അതിന് അഡിക്റ്റായിപ്പോയി. അതിന് കുഞ്ഞുങ്ങളെ പറഞ്ഞിട്ട് കാര്യമില്ല. എനിവേ, അപ്പം ഇതിൽ നിന്ന് എങ്ങനെ കുഞ്ഞുങ്ങളെ ഇനി രക്ഷപ്പെടുത്തി എടുക്കാം എന്നുള്ളതാണ് ഇനി നെക്സ്റ്റ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം. അപ്പം ഇതിൻ്റെ ഒന്നാമത്തെ പടി എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു ന്യൂസ് കേട്ടു. ഒരു 13 വയസ്സുകാരൻ അമ്മ മൊബൈൽ ഫോൺ കൊടുക്കാത്തതിന് പേരിൽ ആത്മഹത്യ ചെയ്ത ഒരു ചരിത്രം നമ്മൾ കേൾക്കുവാനായിട്ട് ഇടയായി. അപ്പോൾ അത് ഭയങ്കര ദാരുണമായ സംഭവമാണ്. എന്തുകൊണ്ടാണ് ഈ കുഞ്ഞുങ്ങളൊക്കെ ഇത്ര ചെറുപ്പത്തിലേ ഇങ്ങനെ ഒരു മൊബൈൽ ഫോണിന് അഡിക്റ്റായി അത് ലഭിക്കാത്തതിൻ്റെ പേരിൽ ആത്മഹത്യ ചെയ്യുന്നതൊക്കെ വളരെ നിരാശാജനകമായ കാര്യങ്ങളാണ്. അപ്പം ഇതിൽ നിന്ന് എങ്ങനെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ ഒന്ന് ഈ മൊബൈൽ അഡിക്ഷനിൽ നിന്ന് എങ്ങനെ അവരെ കരകയറ്റിയെടുക്കാമെന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഏതൊരു കാര്യത്തിനും ഒരാൾ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ, അത് വലിയവരാകട്ടെ ആകട്ടെ അഡിക്റ്റ് ആയിക്കഴിഞ്ഞാൽ നമ്മൾക്ക് അത് പെട്ടെന്ന് ഒറ്റയടിക്ക് അവരുടെ അടുത്തുനിന്ന് ആ ഒരു ശീലം നമുക്ക് മാറ്റിയെടുക്കുവാൻ കഴിയത്തില്ല. അതിന് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ക്ഷമയോടെ പതുക്കെ നമുക്ക് അവരുടെ അടുത്തുനിന്ന് അത് മാറ്റിയെടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ തന്നെയാണ് കുഞ്ഞുങ്ങളുടെ വിഷയത്തിൽ മൊബൈൽ ഫോണിൻ്റെ കാര്യത്തിലും. അവർ അതിൻ്റെ ആ ഒരു ക്യൂരിയോസിറ്റിയിലോട്ട് അവർ ഇറങ്ങിക്കഴിഞ്ഞു. അപ്പോൾ പെട്ടെന്ന് അവരെ അതിൽ നിന്ന് വലിച്ചൂരിയെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം പതുക്കെ, അതായത് അവരുടെ ടൈം കുറച്ച് കൊണ്ടുവരിക. അതായത് ഇപ്പോൾ രാവിലെ ഒരു കുറച്ച് സമയം, ഒരു മണിക്കൂറൊക്കെ നോക്കുന്ന കുഞ്ഞാണെങ്കിൽ ഒരു 10-15 മിനിറ്റൊക്കെ കൊടുക്കുക. 15 മിനിറ്റ് കൊടുത്തു കഴിഞ്ഞ് അവരെ ബാക്കി കാര്യങ്ങളിലേക്ക് എൻഗേജ് ചെയ്യിപ്പിക്കുക. സ്കൂളിൽ പോകാൻ റെഡിയാകാനും ഒക്കെയുള്ള കാര്യങ്ങളിലേക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിച്ചിട്ട് ആ ഒരു ശീലം പതുക്കെ മാറ്റിയെടുക്കുക. എന്ന് പറയുന്നത് പോലെ വൈകുന്നേരം അവർ വന്നു കഴിയുമ്പോൾ അവരുടെ റിലാക്സിങ് ടൈമാണ്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് നേരം അവർക്ക് മൊബൈൽ നോക്കാൻ കൊടുക്കുക. ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ കൊടുക്കുക. അതിന് ഇങ്ങനെ ടൈം കുറച്ച് കൊണ്ടുവന്നിട്ടേ ഈ പിള്ളേരെ ഇതിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്തിയെടുക്കുവാനായിട്ട് പറ്റത്തുള്ളൂ. അതാദ്യം മനസ്സിലാക്കുക. നമ്മൾ ഒറ്റയടിക്ക് അവരുടെ അടുത്ത് നിന്ന് മൊബൈൽ ഫോൺ മേടിച്ച് പോക്കറ്റിലിട്ട് കഴിഞ്ഞാൽ ഇതുപോലെയൊക്കെയുള്ള റിസൾട്ടുകളായിരിക്കും കിട്ടാൻ പോകുന്നത്. അതുകൊണ്ട് ആ ഒരു വഴിക്കോട്ട് കുഞ്ഞുങ്ങളെ വിടാതെ പതുക്കെ ഏത് കാര്യങ്ങളും, ഏത് അഡിക്ഷനാണോ കുഞ്ഞുങ്ങൾക്കുള്ളത് അതിൽ നിന്ന് അവരെ കരകയറ്റുവാനുള്ള ഒരു മാർഗ്ഗം അത് കുറച്ച് അതിൻ്റെ ടൈം കുറച്ച് അവർ സ്പെൻഡ് ചെയ്യുന്ന ടൈം കുറച്ച് കൊണ്ടുവരിക. എന്നിട്ടാണ് അവരെ അതിൽ നിന്ന് നമുക്കൊന്ന് ഒന്ന് മോചിപ്പിച്ച് കൊണ്ടുവരാനായിട്ട് പറ്റത്തുള്ളൂ. ആ ഒരു മൈൻഡ് സെറ്റപ്പ് ഇല്ലാത്തടത്തോളം കാലം ഇത്രയും കുഞ്ഞുങ്ങൾ അതിൽ നിന്ന് മോചനം പ്രാപിക്കത്തുമില്ല. ഇതുപോലത്തെ ദാരുണ സംഭവങ്ങൾ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പതുക്കെ ക്ഷമയോടെ അവരെ അതിൽ നിന്ന് മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഒരു ക്ഷമ ആദ്യം ഉണ്ടാകേണ്ടത് പേരൻസിനാണെന്ന് തിരിച്ചറിയുക. എനിവേ, എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.